കാനേഷുമാരിയിലെ അക്ഷരങ്ങൾ എന്ന എൻ്റെ കഥയെക്കുറിച്ച് ചൈൽഡ് സ്പെഷ്യലിസ്റ്റും എഴുത്തുകാരനുമായ ഡോക്ടർ ജയകൃഷ്ണൻ സംസാരിക്കുന്നത് സന്തോഷത്തോടുകൂടി ഇവിടെ ഷെയർ ചെയ്യുകയാണ്. ശ്രീലതാൻ്റെ എഴുതിയ കനേഷുമാരിയിലെ അക്ഷരങ്ങൾ എന്നുള്ള കഥ വായിച്ചു. മാതൃഭൂമി ആഴ്ച പതിപ്പിൽ വന്നത്. അതിനെക്കുറിച്ച് കുറച്ച് അഭിപ്രായങ്ങൾ പറയണം തോന്നി. കഥ മൊത്തത്തിൽ എനിക്കിഷ്ടപ്പെട്ടു. നല്ല കഥയാണ്. ഇതിൽ രണ്ട് രീതിയിൽ ഇതിനെ എടുക്കാം. ഒന്ന്, ഒരു കുടുംബ ബന്ധങ്ങൾ, അതിൽ പ്രായമാകുന്നതോടെ തലമുറകൾക്കിടയിൽ വരുന്ന മാറ്റം, പുതുതലമുറയുടെ സങ്കല്പം, ജീവിതം, അതിൽ പ്രവാസ ജീവിതത്തോടനുബന്ധിച്ച് വരുന്ന ചില മാറ്റങ്ങൾ, പുറം നാടുകളിലേക്ക് എസ്പെഷ്യലി ഡെവലപ്ഡ് കൺട്രികളിലേക്ക് പോകുന്ന കുട്ടികൾ, പിന്നെ അവർക്ക് നാടുമായിട്ടുള്ള അവരുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോകുന്നത്, സാമ്പത്തികമായും സാമൂഹികമായും പുരോഗതി ഉണ്ടാകുന്നു, നേട്ടങ്ങൾ ഉണ്ടാകുന്നു. എങ്കിൽ പോലും ഈ നേട്ടങ്ങൾക്കിടയിലും ഉണ്ടാകുന്ന ചില നഷ്ടങ്ങൾ, ആ നഷ്ടങ്ങൾ അച്ഛനമ്മമാരുടെ, പ്രത്യേകിച്ച് അമ്മമാരുടെ മനസ്സിലുണ്ടാക്കുന്ന ചില വേദനകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ഈ കഥയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടുതലും സംഭാഷണ രൂപത്തിലാണ് ഈ കഥ പറയുന്നത്. ചില ക്യാരക്ടേഴ്സിനെ ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ ആരുടെ എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിലും ശ്രദ്ധിച്ച് വായിച്ചു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. പിന്നെ പേരുകൾക്കപ്പുറം ഈ കഥ പറയുന്ന ആശയമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ വ്യക്തമായ ശരിതെറ്റുകൾ പറയാൻ ബുദ്ധിമുട്ടാണ്. എല്ലാത്തിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. എങ്കിലും എംപ്റ്റിനെസ് സിൻഡ്രോം എന്നുള്ളത് കേട്ടിട്ടുണ്ടല്ലോ. തങ്ങളുടെ മക്കൾ, നമ്മുടെ ഒരു ജീവിതശൈലി അനുസരിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് ഒരുപാട് സമയവും ഊർജ്ജവും എല്ലാം ചെലവഴിക്കുന്നത്. വളരെയധികം മക്കളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. ഒരു പ്രായം കഴിയുമ്പോൾ പഠനത്തിനോ ജോലിക്കോ ആയിട്ട് അവർ നമ്മുടെ വീട് വിട്ടു പോകുമ്പോൾ ഒരു ഒഴിഞ്ഞ കിളിക്കൂട് പോലെ നമ്മുടെ വീട് മനസ്സുകളും ശാന്തമാകുന്നു. അതുവരെയുള്ള തിരക്കുകളും എല്ലാം പെട്ടെന്ന് എവിടേക്കോ പോയി മറയുന്നു. ആ ഒരു എംപ്റ്റിനെസ് സിൻഡ്രോം ഇതിൽ ഇന്ദു എന്നുള്ള ആ ഒരു ക്യാരക്ടർ ശരിക്ക് അതിനെ സിംബിളൈസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇന്ദുവിൻ്റെ വേദന കുറയ്ക്കാനും മറുഭാഗം പറയാനുമായിട്ട് ശ്രമിക്കുന്ന കഥാപാത്രങ്ങളെയും കാണാം. അതിൽ ഭാഗികമായിട്ട് ശരിയുണ്ട്. പൂർണ്ണമായിട്ടും ഒരു കാര്യം തെറ്റെന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ജോലിയുടെ അവസ്ഥ, വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസ രംഗത്തും PSC റാങ്ക് ലിസ്റ്റുകളുടെ കാര്യത്തിലുമെല്ലാം നമ്മളെ ചുറ്റും നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസരത്തിൽ പുറംനാടുകളിലേക്ക് പോകണമെന്ന് ചിന്തിക്കുന്നവരെ നമുക്ക് പൂർണ്ണമായും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഒരു ഭാഗത്ത് പൂർണ്ണമായതിൽ ശരി, ഒരു ഭാഗത്ത് പൂർണ്ണമായി തെറ്റുന്നില്ല. എങ്കിലും മനുഷ്യ മനസ്സുകളെ, അതിൻ്റെ ഗ്രേ ഷെയ്ഡ്സിനെ കാണുക എന്നുള്ളതാണ് നമുക്ക് ജീവിതത്തിലും കലയിലും ചെയ്യാൻ കഴിയുക. അപ്പോൾ ഈ ലേഖനത്തിൽ കൂടുതലും ആ മാതാപിതാക്കളുടെ ആസ്പെക്റ്റിൽ നിന്ന് അവരുടെ മനസ്സിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. അതിൽ വിജയിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു നാട്ടിൽ ചെന്ന് എത്ര നാൾ നിന്നാലും നമ്മൾ ഒരിക്കലും അവിടുത്തെ പൗരന്മാരെ തുല്യമാവുന്നില്ല എന്നുള്ളതും, അവിടെ പലപ്പോഴും നമ്മളെ രണ്ടാം തരം പൗരന്മാരായാണ് കാണുന്നതെന്നും, അവിടെ എത്രയൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും സ്വന്തം നാടിനോടൊപ്പം അതാവില്ല എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ കഥ പറയുന്നത്. അതിലെല്ലാം ശരിയുടെ ആസ്പെക്ട്സ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. വളരെ രസകരമായ കുറേ ഭാഗങ്ങൾ ഇതിൽ എനിക്ക് തോന്നി. ഇതിൽ അജയ് എന്ന് പറയുന്ന ആളുടെ മകനും പുറത്തു പോകാനാണ് താല്പര്യം. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ചിന്താഗതി, ലോൺ എടുത്തായാലും പുറത്തു പോകണം എന്നുള്ള ചിന്താഗതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അഗെയിൻ ഐ വോണ്ട് ബി ടു ജഡ്ജ്മെൻറ്റിലുണ്ട്. അത് അവരുടെ ഭാഗത്തു നിന്ന് കുറേയൊക്കെ അതിൽ ശരികളുണ്ട്. അപ്പോൾ എങ്കിലും പിന്നെ എനിക്കിഷ്ടപ്പെട്ട ചില ഭാഗങ്ങൾ ഞാൻ വായിക്കാം. വലുതും ചെറുതുമായ വിശേഷങ്ങൾ പറയാൻ തിടുക്കപ്പെട്ട് നോക്കുമ്പോൾ ജയൻ്റെ ആയാലും ശ്രദ്ധ മൊബൈലിലാണ്. അതിപ്പോൾ ഓഫ് ചെയ്യും, തൻ്റെ മുഖത്ത് നോക്കും എന്ന് കരുതി ഏതാനും നിമിഷം കാക്കും. ഇല്ല, നിമിഷങ്ങൾ നിശബ്ദമായി അരിച്ചരിച്ച് നീങ്ങി. വാക്കുകൾ നാവിൽ തപ്പിത്തടഞ്ഞു. ഒറ്റച്ചാട്ടത്തിന് അപ്പുറം കടക്കാൻ കഴിയാത്ത വണ്ണം വർഷങ്ങളുടെ അകലം നാടിനും അവർക്കുമിടയിൽ ഗർത്തം തീർത്തു എന്ന തിരിച്ചറിവിൽ മനസ്സ് തേങ്ങി. ആ ഒരു തിരിച്ചറിവ്, അത് സത്യമാണത്. നികത്താൻ പറ്റാത്തൊരു ഗർത്തം. ഒരിക്കൽ പ്രിയപ്പെട്ടവരായിരുന്ന പലരും അവർക്കിപ്പോൾ അന്യരായെന്നും ആരെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും അറിയണമെന്ന താല്പര്യം അവർക്കിപ്പോൾ ഇല്ലെന്നും മനസ്സിലായി. അവരുടെ ബാല്യത്തിൻ്റെ ശാദ്വലങ്ങളിൽ മെയ്യുന്നിടത്ത് നിന്ന് പിന്തിരിയാൻ കൂട്ടാക്കാത്ത പൈക്കിടാവുന്ന മനസ്സിൽ ദീനദീനം വിലപിച്ചു. നല്ല പ്രയോഗം. മക്കൾക്ക് നൽകുന്ന സ്നേഹം ഒരു വശത്തേക്ക് മാത്രം തുറക്കുന്ന വാതിലാണോ? ഓരോ വാതിലായി തുറന്ന് മുന്നോട്ട് പോകുക. നിൽക്കരുത്, പിന്തിരിഞ്ഞ് നോക്കരുത്. എൻ്റെ കുട്ടികൾ ഇപ്പോൾ ചെറുതാണ്. കുട്ടികൾ വലുതായി വരുന്നതോറും ചിലപ്പോൾ എനിക്ക് ഇത്തരം കഥകൾ കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയേക്കാം. എങ്കിലും കുറേയൊക്കെ മനസ്സിലാകുന്നുണ്ട്. പിന്നെ അനുഭവങ്ങളും ജീവിതവും എല്ലാം കൂടുമ്പോൾ നമ്മുടെ മക്കൾ ആ സ്റ്റേജ് എത്തുമ്പോൾ കുറേയും കൂടി ഈ ഇതുപോലത്തെ കഥകളുടെ ആത്മാവ് മനസ്സിലാക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നു. എങ്കിലും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ഭാഗങ്ങൾ കുറേയുണ്ട്. പിന്നെ ഇതിലൊരു ഡോക്ടർ പറയുന്നൊരു ഭാഗമുണ്ട്. നീ ആരാ? ഇവിടെ നിനക്കെന്ത് കാര്യം? നീ നിന്റെ നാട്ടിൽ പോ എന്ന മട്ടിലാണ് അത്രയും പലരുടെയും പെരുമാറ്റം. ഇവിടെ ആരും നമ്മളോട് ആ ചോദ്യം ചോദിക്കില്ലല്ലോ എന്ന്. കറുപ്പിനോട് അവർക്കുള്ള അവജ്ഞയും അറപ്പും ഏതാനും പേർക്കിടയിൽ നടന്ന അധികാര കൈമാറ്റം കൊണ്ട് ഇല്ലാതായി പോകുമെന്ന് കരുതുന്ന നമ്മളല്ലേ ഈ വിട്ടികൾ. അതും ഇപ്പോൾ അമേരിക്ക പോലുള്ള നാടുകളിൽ പലയിടത്തുള്ള ചില പ്രശ്നങ്ങൾ, ഇപ്പോൾ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ തുടങ്ങിയ ഇനീഷ്യേറ്റീവ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്.
എത്ര നാൾ നിന്നാലും ആ ഒരു ഇൻറ്റഗ്രേഷൻ പൂർണ്ണമായിട്ട് നടക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നവുമുണ്ട്. അതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കാണ്. അതിൻ്റെ ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അത് മാത്രമാണ് ശരിയെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, പക്ഷേ അതിൻ്റെ ഒരു ഭാഗം, ശരിയുടെ ഒരു പരിച്ഛേദത്തെക്കുറിച്ച് ഈ കഥ പറയുന്നുണ്ട്. ഓരോ കഥയും ഓരോ ആംഗിളിൽ നിന്നാണല്ലോ നോക്കുന്നത്. അങ്ങനെ പിന്നെ ഒരു പ്രവാസിയുടെ ജീവിതത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വേറെ നല്ല പ്രയോഗം. കനേഷുമാരിയിൽ അക്കങ്ങളും അക്ഷരങ്ങളുമായി കടലാസു താളിലല്ല, മാച്ചാലും മായാത്ത സ്നേഹമഷിയാൽ സഹജീവികളുടെ മനസ്സിലാണ് ഓരോ മനുഷ്യനെയും പേരെഴുതപ്പെടേണ്ടത്. സുന്ദരമായ പ്രയോഗം. ഈ കഥയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പ്രയോഗമാണത്. മാച്ചാലും മായാത്ത സ്നേഹമഷിയാൽ സഹജീവികളുടെ മനസ്സിലാണ് ഓരോ മനുഷ്യനെയും പേരെഴുതപ്പെടേണ്ടത്. അയലത്ത് താമസിക്കുന്നവർ ഏതോ നാട്ടിലെ ആരോ ആവരുത്. പരസ്പരം അറിയുന്ന, പങ്കുവയ്ക്കാൻ ചിലതെങ്കിലും പൊതുവേ ഉള്ളവരാകണം. ഒരേ ഭാഷയുടെ മധുരമറിഞ്ഞവരാകണം. അയൽക്കാരനെ കാണുമ്പോൾ ഹായ്, ഹലോ, ഹൗ ആർ യുക്കപ്പുറം അവരുമായി പങ്കിടാൻ ഒന്നുമില്ലാത്ത ജീവിതം എത്ര നിരർത്ഥകമാണ്. പിന്നെ ഒരു പ്രവാസി ജീവിതത്തിൽ അവരുടെ മക്കൾ വലുതായി വരുമ്പോൾ ആ ഒരു സീക്വൻസ്, ആ ഒരു സൈക്ലിക്, ആ ഒരു ചാക്രികതയെക്കുറിച്ച് പറയുന്നുണ്ട്. യൗവനത്തിളപ്പിൽ സ്വർഗമെന്ന് തോന്നി ആ നാടിൻ്റെ വശീകരണത്തിന് വശംവദനാകുന്നു. പ്രായമേറും തോറും വശ്യത്തിൻ്റെ ശക്തി കുറയും. ആറ്റുനോറ്റ് വളർത്തിക്കൊണ്ടുവന്ന മക്കളുടെ രീതികളോട് പോലും പൊരുത്തപ്പെടാൻ കഴിയില്ല. തെറ്റിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് ശകാരിക്കാൻ കഴിയില്ല. ആ നാട്ടിലെ രീതി അങ്ങനെയൊക്കെയാണ്. ഇവിടുത്തെ തെറ്റുകൾ അവിടുത്തെ ശരികളാണ്, ശരികൾ തെറ്റുകൾ. പലതും കാണുമ്പോൾ പ്രതികരിക്കാൻ തോന്നും, കഴിയില്ല. നിശബ്ദം നോക്കി നിൽക്കേണ്ടി വരും. ഉള്ളിലൊതുക്കുന്ന സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ ഒടുവിൽ ഒരു ദിവസം ശിരോഞരമ്പുകൾ പൊട്ടി തനിക്ക് ചുറ്റുമുള്ള ലോകം നിശ്ചലമാകുന്നു. ലോകമല്ല, താനാണ് നിശ്ചലമായതെന്ന് തിരിച്ചറിയുന്നു. താൻ കെട്ടിപ്പടുത്തതൊക്കെയും ഇട്ടെറിഞ്ഞ് ഏതോ വയോജന കേന്ദ്രത്തിലേക്ക് പോകേണ്ടി വരുന്നു. അതോടെ മക്കളും കാണാമറയത്താകുന്നു. വല്ലപ്പോഴും ഒരു നോട്ടം കണ്ടാലായി. അവസാനിക്കാത്ത കണക്കെടുപ്പിൻ്റെ നാളുകളാണ് പിന്നീട്. നേട്ടങ്ങളെക്കാൾ കൂടുതൽ കോട്ടങ്ങളാണ് പേരേടിൽ എന്ന തിരിച്ചറിവുണ്ടാകുന്നു. വൃദ്ധരായ സ്ത്രീയെയും പുരുഷനെയും ഓർമ്മ വരുന്നു. പലതും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഒടുവിൽ വീടും പറമ്പും വിറ്റ് ഇതുപോലെ ഒരു വയോജന കേന്ദ്രത്തിലേക്ക് അവരെ മാറ്റിയപ്പോൾ പടയും പടക്കോപ്പുകളുമില്ലാത്ത യുദ്ധം ജയിച്ച സന്തോഷമായിരുന്നു. പിന്നെ നാട്ടിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. വേണമെന്ന് വെച്ചിട്ടല്ല, ഓരോരോ തിരക്കുകളിൽ പെട്ടു. പിന്നീട് ഏതാനും തവണ അഭയകേന്ദ്രത്തിൽ നിന്ന് ഫോൺ വന്നു. അപ്പോഴൊക്കെ താൻ ടൂറിലായിരുന്നു. പോയ കാലം തിരികെ വന്നിരുന്നെങ്കിൽ എന്ന് തീവ്രമായി അഭിലഷിക്കുന്നു. നേറി ഒടുവിൽ ഏതോ ശ്മശാനത്തിൽ ഒടുങ്ങുന്നു. ഇതല്ലേ ഓരോ പ്രവാസി ജന്മത്തിൻ്റെയും ജാതകം. സത്യമാണ്. ചില ഹാർഡ് ട്രൂത്ത്സ് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ അച്ഛൻ്റെ മരണത്തിന് പോലും വരാൻ കഴിയാത്ത കുട്ടികൾ, അവരുടെ തിരക്കുകൾ, ജീവിതത്തോടുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, കാലഘട്ടങ്ങൾ, പ്രായങ്ങൾ, ആ ഒരു ചാക്രികത, ഇതിനൊരു അവസാനമാണ് ഈ കഥയ്ക്കുള്ളത്. സഹോദരന്മാരുടെ വീടുകൾക്കിടയിൽ പുതുതായി നിർമ്മിച്ച സ്നേഹം എന്ന് പേരെഴുതിയ ഒരു കൊച്ചു വീട് അവരെ എതിരേൽക്കാനായി തുറന്ന വാതിലുകളുമായി നിന്നു. യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ ഒരു ശുഭാന്ത്യം ഉണ്ടാവുമോ എന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും കഥയിൽ അത് വായിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നീട് ഈ സഹോദരന്മാർ അവരുടെ ഇടയിലെ സ്നേഹം, പ്രായമായിട്ടും കളയാത്ത ആ ഒരു സ്നേഹം, ഇടയ്ക്കുള്ള തിരിച്ചുപോക്ക്, അങ്ങനെ ഒരുപാട് നല്ല നിമിഷങ്ങളുമുണ്ട്. ചില ചോദ്യങ്ങൾ, ചില യാഥാർത്ഥ്യങ്ങൾ, നമ്മൾ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ മറക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങൾ, അവയെല്ലാം വീണ്ടും ഉണർത്തിക്കൊണ്ടാണ് ഈ കഥ മുന്നോട്ട് നീങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്നത്. അത് ആ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അവയ്ക്ക് വ്യക്തമായ ശരിതെറ്റുകളോ വ്യക്തമായ ഉത്തരങ്ങളോ ഉണ്ടാവണമെന്നില്ല. എങ്കിലും യാഥാർത്ഥ്യങ്ങളുടെ പല പല ഭാവങ്ങളായിട്ട് ആ ചോദ്യങ്ങൾ മനസ്സിൽ നിൽക്കുന്നുണ്ട്. കഥ വായിച്ചാലും അതിൽ പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിൽ നിൽക്കും. അതുതന്നെ ആ എഴുത്തിൻ്റെ ഒരു വിജയമാണ്. നല്ലൊരു കഥ. ആശംസ. കഥയെക്കുറിച്ച് ഗംഭീരമായ ആസ്വാദനം തയ്യാറാക്കി എന്നെ ഞെട്ടിച്ച ഡോക്ടർ ജയകൃഷ്ണന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.